ഇന്നത്തെ വീഡിയോ ഞാനൊരു 3 മിനിറ്റ്സ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പലരും പറയാറുണ്ട് എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാറില്ല, കാണാറില്ല എന്ന്. അപ്പോൾ ഞാൻ ഷോർട്സും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ലിസ്റ്റിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി വാച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ബസ്റ്റ് ടോണർ. അപ്പോൾ ടോണർ എങ്ങനെയാണെന്നല്ലേ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് നോർമൽ ഡ്രൈ സ്കിൻ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സ്കിന്നുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് പല ഇഷ്യൂസ്, ചിലർക്ക് പിമ്പിൾസ് വരാറുണ്ട്, ചിലർക്ക് സ്കിന്ന് ഡ്രൈ ആവാറുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് വരാറുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് നമുക്ക് ഓരോ ടൈപ്പ് വരുന്ന നമ്മുടെ ടോണർ യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ, റോസ് വാട്ടർ. ഒരുപാട് പേർക്ക് സ്കിന്നിന് സ്യൂട്ട് ആവുന്നതാണ്. പല കാര്യങ്ങൾക്ക്, അതായത് സ്കിന്നിന് വരുന്ന പല പ്രോബ്ലംസിന് റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ടോണർ എങ്ങനെയാണെന്നല്ലേ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പാൻ എടുക്കുക, ഒരു 1.5 ഗ്ലാസ് വരുന്ന വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 15 to 20 പെറ്റൽസ് വരുന്ന റോസ് വാട്ടർ വാഷ് ചെയ്ത്, പനിനീർ റോസ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, അതിട്ട് വെച്ചേക്കുക. ഇത് ഇട്ടതിന് ശേഷം തണുത്തതിന് ശേഷം ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേറെ സ്പ്രേ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ആ ബോട്ടിൽസ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2 വീക്സ് വരെ നിങ്ങൾക്ക് റോസ് വാട്ടർ ഇങ്ങനെ ടോണറായിട്ട് യൂസ് ചെയ്യാം. സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു തണുപ്പ് കിട്ടാൻ ഏറ്റവും നല്ലത് നമുക്ക് റോസ് വാട്ടറാണ്. അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ഡ്രൈനസ് മാറാനും ഏറ്റവും നല്ലത് റോസ് വാട്ടറാണ്. ഇത് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. pH ലെവൽ ഇൻക്രീസ് ആവാനും റോസ് വാട്ടർ നല്ലതാണ്. അടുത്ത് നമുക്ക് യൂസ് ചെയ്യാം, എന്തിനാലേ, നമ്മുടെ സ്കിന്നിൽ വരുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ഡാർക്ക് സ്പോട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ ഗ്രീൻ ടീ ബെസ്റ്റാണ്. ഒന്നുകിൽ ഗ്രീൻ ടീ ഒരു 1.5 സ്പൂൺ വരെ ഗ്രീൻ ടീ പൗഡർ ഉണ്ടല്ലോ, ലീഫ് എടുക്കുക, ഇല്ലെങ്കിൽ ഒരു ബാഗ് യൂസ് ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് മാറ്റി തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ വരുന്ന റോസ് വാട്ടർ ആഡ് ചെയ്യാം. പിന്നെ വരുന്ന 4-5 ഡ്രോപ്പ് വരുന്ന കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഇതും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. ഇതും ഡെയിലി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ ഓരോ സ്കിൻ ടൈപ്പുകാർക്ക് ഇഷ്യൂസ് വരുന്ന ഓരോ രീതിയാണ്, അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ടോണർ പറയുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസും പിന്നെ വരുന്ന സ്കിന്നിൽ ഡാർക്ക് സ്പോട്ടിലും നമുക്ക് ഈ ഒരു ടോണർ, പിന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ആവാനും നല്ലതാണ് കേട്ടോ. ഗ്രീൻ ടീയുടെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ, അതിനും നല്ലതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാം. പോസ് ഒന്ന് മിനിമൈസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പോസ് മാറത്തില്ല, അത് മിനിമൈസ് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ഐസ് ക്യൂബ് മസാജ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ കൊറിയൻ സ്റ്റൈൽ വരുന്ന റൈസ് വാട്ടർ അറിയാമല്ലോ, റൈസ് വാട്ടർ എടുക്കുക. വൈറ്റ് റൈസ് ആണെങ്കിൽ വൈറ്റ് റൈസ് എടുക്കുക. ഒരു എത്ര എടുക്കണം, ഒരു 1/4 ഗ്ലാസ് വരുന്ന രീതിയിൽ റൈസ് എടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഒരു ഗ്ലാസ് വെള്ളമൊന്നും പോരാ, ഫസ്റ്റ് ഒരു ഗ്ലാസ് വെക്കുക. അതിനുശേഷം ആ ഒരു സോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അരിയുടെ അതനുസരിച്ച് വെള്ളം കുറഞ്ഞു വരും. അതിനുശേഷം ഒരു 3/4 മണിക്കൂറെങ്കിലും വെക്കണം, 3/4 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു 15-20 മിനിറ്റ് വെള്ളം കുറയുന്നതനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ. എനിക്ക് നോർമൽ പച്ചവെള്ളമല്ല, ഒന്നുകിൽ തിളപ്പിച്ച് തണുത്ത വെള്ളം യൂസ് ചെയ്യുക. കാരണം എന്താ, ഫേസിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് അരി മാറ്റി സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ആ വാട്ടർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പോസ് ഒന്ന് മിനിമൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് റൈസ് വാട്ടറാണ്. നിങ്ങൾക്ക് വേവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫേസിൽ 2 ടൈംസ് യൂസ് ചെയ്യാം, ഏറ്റവും ബെസ്റ്റാണ്. ഫേസിൽ വരുന്ന പോസാണ് മെയിൻ ഇഷ്യൂ എങ്കിൽ ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വെയിൽ കൊണ്ട് സ്കിന്ന് ഭയങ്കര ഡള്ളായിരിക്കും, അതുപോലെ തന്നെ ടാൻ നല്ല രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ടോണർ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, കുക്കുംബർ യൂസ് ചെയ്യാൻ വാഷ് ചെയ്ത് കുക്കുംബർ ഒരു 5-6 സ്ലൈസ് എടുക്കുക. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. അതിലേക്ക് തിളപ്പിച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് ഈ ഒരു കുക്കുംബർ സ്ലൈസ് ചെയ്ത് ആ ബോട്ടിലേക്ക് ഇട്ട് വെക്കുക. ഇത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ദിവസം ഒരു 6 മണിക്കൂർ വരെ പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. കുക്കുംബറാണ്, ചിലപ്പോൾ പുറത്തേക്ക് ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് വരും, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും നിങ്ങൾക്ക് അതായത് ടാൻ മാറാനും വെയിൽ കൊണ്ട് ഡള്ളായിരിക്കുന്ന സ്കിന്നിന് ഒന്ന് റിഫ്രഷ് ആവാനും ബെസ്റ്റ് വൺ കുക്കുംബറാണ്. ഇത് യൂസ് ചെയ്യാം. ആൻറ്റി ഏജിങ്ങിനും റിങ്കിൾസിനും അല്ലേ, അതിന് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ അലോവേര യൂസ് ചെയ്യാം. അലോവേരയും എങ്ങനെയാണെന്നല്ലേ, ഒന്നുകിൽ പൊട്ടറ്റോ ജ്യൂസാക്കി എടുക്കുക, ഇല്ലെങ്കിൽ വാഷ് ചെയ്ത പൊട്ടറ്റോ തൊലി കളഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് തിളപ്പിച്ച് തണുത്ത വെള്ളം അതിലിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് 4-5 സ്ലൈസ് ചെയ്ത പൊട്ടറ്റോ ഇടുക. അതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവ് വരുന്ന കുക്കുംബർ നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം അതിലിട്ട് വെച്ചേക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 4-5 കുറച്ച് നേരമൊക്കെ പുറത്ത് വെച്ചേക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ ഡയറക്റ്റ് ഉടനെ തന്നെ എടുത്ത് വെക്കേണ്ട. വെച്ചതിന് ശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് സ്പ്രേ ആയിട്ട് ഫേസിൽ യൂസ് ചെയ്യാം. ഇത് ടാൻ മാറാനും ആൻറ്റി ഏജിങ്ങിനും ബെസ്റ്റ് വൺ ആണ്. അപ്പോൾ പൊട്ടറ്റോയുടെ യൂസ് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറലായിട്ട് ഓരോ പ്രോബ്ലംസ് അനുസരിച്ച് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടോണേഴ്സ്. ഇത്രയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രോബ്ലംസ് അനുസരിച്ച് നിങ്ങൾ ടോണർ യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാൻ പറ്റും. ഇതാണ് വെറൈറ്റി ആയിട്ടുള്ള ബെസ്റ്റ് ടോണേഴ്സ്.